ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 34. 19/5/1987. യേശുവേ, ഞാനാണ്. വസൂല, ഈ മാർഗനിർദ്ദേശം എന്നിൽ നിന്നാണെന്ന് ഓർത്തുകൊള്ളുക. യേശുവേ, ഞാൻ എന്താണ് അഭിലഷിക്കുന്നതെന്ന് അങ്ങേക്കറിയാമോ? മകളെ, എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, അങ്ങയെ സമീപിക്കുവാനും ആന്തരിക നേത്രങ്ങൾ കൊണ്ട് അങ്ങയെ കാണുവാനുമുള്ള ഈ കൃപാവരം എനിക്ക് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ, ഞാനും അങ്ങും മാത്രമായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരിക്കുമായിരുന്നു. യാതൊന്നും ഭാരപ്പെടാനില്ല. നമ്മുടെ രഹസ്യങ്ങൾ നമുക്ക് മാത്രം അറിയാവുന്ന അവസ്ഥ. ഞാൻ ഒരു നെടുവീർപ്പ് വിട്ടു. മകളെ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യത്തിനുള്ള നിന്റെ മറുപടി എന്നെ പ്രീതിപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ടവളെ, നിന്നിലൂടെ ഞാൻ എന്നെ തന്നെയും എന്റെ ആഗ്രഹങ്ങളെയും വെളിപ്പെടുത്തും. ഇത് എന്റെ നിശ്ചയമാണ്. എന്റെ ദൈവമേ, അങ്ങയുടെ വചനം ഒരു ഭാരമായി എന്നിൽ നിലകൊള്ളും. അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുന്നതുവരെ എനിക്ക് എന്തു ചെയ്യുവാൻ കഴിയും? പ്രിയപ്പെട്ടവളെ, ഞാൻ നിന്നെ സഹായിക്കാതിരിക്കുമോ? ഞാൻ കർത്താവാണ്. സഹോദരങ്ങളെ, എന്റെ സന്ദേശം വായിക്കുക, എന്നെ സന്തോഷിപ്പിക്കുകയും എന്റെ പ്രവൃത്തികൾ ഓർക്കുകയും ചെയ്യുക. എന്റെ അനന്തമായ സമ്പത്തിലും കരുണയിലും വിശ്വസിക്കുക. വസൂല, എന്നെ അനുഗമിക്കുക, ഞാൻ നിന്നെ നയിക്കും. കുഞ്ഞെ, ഞാൻ എന്റെ ശക്തി നിനക്ക് നൽകും. ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് പിടിവിടരുത്. എന്റെ ദൈവമേ, അങ്ങ് എന്നിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? വസൂല, എനിക്ക് വേണ്ടത് സ്നേഹം, സ്നേഹം, സ്നേഹം. എന്റെ ശരീരം സ്നേഹം ലഭിക്കാത്തതിനാൽ വേദനിക്കുന്നു. എന്റെ അധരങ്ങൾ സ്നേഹത്തിനു വേണ്ടി ദാഹിച്ച് ഉണങ്ങി വരണ്ടിരിക്കുന്നു. കുഞ്ഞെ, എന്റെ മാർഗനിർദ്ദേശത്തിനുള്ള ഉപകരണമായി എനിക്ക് നിന്നെ ഉപയോഗപ്പെടുത്തണം. എന്റെ കർത്താവെ, അങ്ങയുടെ അഭീഷ്ടം നിറവേറട്ടെ. അങ്ങയുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കട്ടെ. പ്രിയപ്പെട്ടവളെ, എന്നെ ആശ്രയിക്കുക, എന്റെ സ്വരം ശ്രവിക്കുക. ഒരിക്കലും നീ ഒറ്റയ്ക്കാണെന്ന് തോന്നരുത്. എന്തെന്നാൽ ദൈവമായ ഞാൻ നിന്നോടൊപ്പമുണ്ട്. എനിക്ക് ഏറെക്കുറെ ആശ്വാസമായി. കർത്താവെ, നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. വരൂ, ഞാൻ കൂടെയുണ്ട്. പൂർണ്ണമായി എന്നിൽ ആശ്രയിക്കുക, ഞാൻ നിന്നെ നയിക്കുന്നു. പിന്നീട് ബാബറ്റയും വന്നു. ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന മറ്റൊരു സ്ത്രീയാണ് ബാബറ്റെ. അവൾ യേശുവിനോട് സംസാരിച്ചു. ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരുന്നു. ബാബറ്റയ്ക്ക് അവളുടെ ചോദ്യങ്ങൾ യേശുവിനോട് ഉറക്കെ ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകൾക്ക് കർത്താവ് ഉടൻ തന്നെ തന്റെ കൈയക്ഷരത്തിലൂടെ ഉത്തരം എഴുതി കൊടുക്കുകയായിരുന്നു. ഇതുവഴി യേശു അവിടുത്തെ യഥാർത്ഥ സാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം തന്നു. അവിടുത്തോട് കൂടുതൽ ഗാഢബന്ധത്തിലായി തീരുവാൻ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുകയായിരുന്നു. യേശു ബാബറ്റയെ ഈ വിധം സമീപിക്കുന്നത് കണ്ട് എനിക്ക് വലിയ സന്തോഷമായി. എന്നിൽ ആശ്രയിക്കുക. യേശുവെ, ജനങ്ങളുടെ മാനസാന്തരത്തിനു വേണ്ടി അങ്ങേക്ക് വീണ്ടും ശരീരത്തിൽ ഭൂമിയിൽ വരുവാൻ സാധിക്കുകയില്ലേ എന്ന് എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുകയുണ്ടായി. അല്ലയോ വസൂല, ഞാൻ വീണ്ടും തിരിച്ചു വരും. പൊട്ടിവിടരുന്ന ഓരോ പ്രഭാതവും നിങ്ങളുടെ അടുക്കലേക്കുള്ള എന്റെ ആഗമനത്തെ ത്വരിതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വസൂല, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നിനക്കറിയാമോ? കർത്താവെ, എന്നോട് പറയുക. സ്നേഹം വീണ്ടും തിരികെ വരും. സ്നേഹം ഒരിക്കൽ കൂടി നിങ്ങളുടെ മധ്യേ ഉണ്ടായിരിക്കും. സ്നേഹം നിങ്ങൾക്ക് വീണ്ടും സമാധാനം നൽകും. എന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകും. സ്നേഹം സ്നേഹത്തെ മഹത്വപ്പെടുത്തും. എന്റെ പ്രിയപ്പെട്ടവളെ, ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ അടുക്കൽ വരുന്നതാണ്. പ്രാർത്ഥിക്കുക, എന്തെന്നാൽ സമയം ആസന്നമായിരിക്കുന്നു. കുഞ്ഞെ, എന്നോടൊപ്പം പ്രവർത്തിക്കുവാൻ നീ ഇപ്പോഴും തയ്യാറാണോ? എനിക്ക് അങ്ങയുടെ നാമം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ സ്നേഹമാണ്. ശരി, ഞാൻ സ്നേഹത്തിനു വേണ്ടി അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് എന്റെ കഴിവനുസരിച്ച് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവളെ, എന്നെ കൂടാതെ നീ നഷ്ടപ്പെട്ടു പോകും. എന്റെ പ്രകാശം ആവശ്യമുള്ള എന്റെ പുഷ്പമാണ് നീ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അല്ലയോ മകളെ, ഞാൻ നിന്നെ അത്യധികമായി സ്നേഹിക്കുന്നു. എന്നെ പൂർണ്ണമായി ആശ്രയിക്കുക. നിന്റെ വിവേചനാശക്തി ഞാൻ വർദ്ധിപ്പിച്ചു തരും. എന്റെ കർത്താവെ, അങ്ങേ അനുഭവിച്ചറിയുവാനും കാണുവാനും കേൾക്കുവാനുമുള്ള എനിക്കുള്ള വരം അങ്ങ് വർദ്ധിപ്പിച്ചു തരുമെന്നാണോ? ഞാനാണ്. നീ എന്നെ അനുഭവിച്ചറിയുകയും
കൂടുതലായി എന്നെ വിവേചിച്ചറിയുകയും ചെയ്യും. എന്റെ ദൈവമേ, ഈ കൃപകളെല്ലാം എന്റെ മേൽ വർഷിക്കപ്പെടുന്നത് എന്തിനു വേണ്ടി? ഇവയ്ക്ക് അർഹയാകുവാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ലല്ലോ. എനിക്കതറിയാം, എന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നിരുന്നാലും നീ ആരാണെന്നുള്ളത് നീ ഒരിക്കലും മറന്നു പോകരുത്. കർത്താവെ, എന്നെ എപ്പോഴും അത് ഓർമ്മിപ്പിക്കണമേ. നിന്റെ നികൃഷ്ടതയെക്കുറിച്ച് നിന്നെ കൂടെ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിനക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപകളെ പ്രതി നീ അഹങ്കരിച്ചു പോകാതിരിക്കുവാൻ ഞാൻ നിന്നെ തടയും. എന്നിൽ നിന്ന് നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൃപാവരങ്ങളെല്ലാം എന്റെ സ്വന്തം മഹത്വത്തിനു വേണ്ടിയുള്ളതാണെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിൽ നിന്ന് നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കൃപയും എന്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അതിനാൽ എന്റെ ഹൃദയത്തിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തെ നിറയ്ക്കുക. എന്റെ ബലിപീഠം എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി ജീവിക്കുക, എനിക്ക് വേണ്ടി ശ്വസിക്കുക, മുഴുവൻ നിത്യതയോളം എന്റേതായിരിക്കുക. ഞാൻ ദൈവത്തിൻ്റെത് മാത്രമായിരിക്കും. എന്റെ ദൈവമേ, ഞാനാണ്. എന്നെ സ്നേഹിക്കുകയും എന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുക. കർത്താവെ, ഞാൻ നെടുവീർപ്പെട്ടു. ഞാനൊരു വട്ടപൂജ്യമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. കർത്താവെ, ദയവായി എന്നെ വിശ്വസിക്കരുതേ. ഞാൻ നിന്നിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ എന്നെ അനുവദിക്കുക. വരൂ, നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ നൽകാം. സ്നേഹം നിങ്ങളുടെ അടുക്കൽ സ്നേഹമായി തിരിച്ചു വരും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അല്ലയോ സ്വർഗീയ പിതാവേ, സ്നേഹപിതാവേ, ഞങ്ങളുടെ അടുക്കൽ വന്ന തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവേ, ഞങ്ങളെ സ്നേഹിക്കുകയും അങ്ങയുടെ പ്രകാശത്തിൽ വസിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കിയാലും അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. നിന്നെ ഉപയോഗിക്കുവാൻ എന്നെ അനുവദിക്കുക. അങ്ങയുടെ തിരുനാമം ഞാൻ വീണ്ടും കേൾക്കട്ടെ. ഞാൻ ദൈവത്തിന്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവാണ്. വസൂല, ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സ്നേഹവും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയുമായ എന്റെ കുരിശ് എന്നോടൊപ്പം ചേർന്ന് പങ്കുവയ്ക്കലുമാണ്. അതേ കർത്താവേ. മകളെ, ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് പിടിവിടരുത്. മകളെ, എന്നെ സ്നേഹിക്കുക. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കുക. അവിടുന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും കൂടുതലായി ഞാൻ അങ്ങയെ സ്നേഹിക്കട്ടെ. അങ്ങ് പുഞ്ചിരിക്കുകയാണല്ലോ. ഞാൻ അത്രമാത്രം സന്തോഷിക്കുന്നു. ഇപ്രകാരം എന്നെ സ്നേഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? അതെ. പ്രിയപ്പെട്ടവളെ, എന്നോടൊപ്പം നീ പഠിക്കും. എനിക്ക് വേണ്ടി കഷ്ടതകൾ സഹിക്കുവാനും നീ തയ്യാറാണോ? കർത്താവിന് വേണ്ടി കഷ്ടതകൾ സഹിക്കുവാൻ ഞാൻ തയ്യാറാണ്, അങ്ങ് ഈ വിധത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ. എന്നാൽ സർവവും എന്റെ ഹിതമനുസരിച്ച് നിറവേറ്റപ്പെടും. എനിക്ക് ഏറ്റവും നല്ലതെന്തെന്ന് അങ്ങേക്കറിയാം. അതിനാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. ഞാൻ ദൈവമാണ്. ഇപ്പോൾ വന്ന് എന്റെ ഹൃദയത്തിൽ നിനക്കായി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് വിശ്രമിക്കുക. 20-5-1987. ചിലപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നാറുണ്ട്. യേശുവിനെ ഈ വിധത്തിൽ സമീപിക്കുന്നതിനുള്ള ഉത്സാഹം എന്തുകൊണ്ടാണ് എനിക്കുണ്ടാകുന്നത്? എന്തിനാണ് അവിടുത്തെ സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതിൽ ഞാൻ ഇത്ര ശ്രദ്ധയായിരിക്കുന്നത്? ഇക്കഴിഞ്ഞ മാസങ്ങളിലെല്ലാം സന്ദേശം സ്വീകരിക്കുന്നത് അനിവാര്യമായ കാര്യമായി തീർന്നിട്ടുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യേശുവായ ഞാനാണ് ഈ വിധത്തിൽ എന്നെ സമീപിക്കുന്നതിനുള്ള ഉത്സാഹം നിനക്ക് നൽകുന്നത്. വസൂല, എന്നെ എപ്പോഴും സ്നേഹിക്കുക. എന്റെ സഹോദരി, എന്റെ ആഗ്രഹങ്ങൾ ഞാൻ നിന്നോട് പറയും. യേശുവിന്റെ വാത്സല്യം നിറഞ്ഞ മുഖത്ത് ദുഃഖം നിഴലിച്ചിരുന്നു. എന്റെ പുരോഹിതന്മാരെ എല്ലാം ഐക്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ എന്നെ കൂടുതലായി സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരിൽ നിന്ന് വിശുദ്ധി, തീക്ഷ്ണത, വിശ്വസ്തത എന്നിവ ആവശ്യപ്പെടുന്നു. ഐക്യം സ്നേഹത്തെ ബലപ്പെടുത്തുമെന്നും ഐക്യം സ്നേഹത്തെ ഉറപ്പിച്ചു നിർത്തുമെന്നും പുരോഹിതന്മാർ മനസ്സിലാക്കണം. എത്ര കാലം അനൈക്യം അവരുടെ ഇടയിൽ ഭരണം നടത്തും? സ്നേഹമാണ് ഐക്യം. എന്റെ സ്നേഹം അവരെ എന്നോട് ഐക്യപ്പെടുത്തുന്നു. അവരുടെ അനൈക്യം നിമിത്തം എന്റെ സഭ ദുർബലമായിരിക്കുന്നു. ഐക്യമുണ്ടാകണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ സഭ ഒന്നായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അവരുടെ ഇടയിൽ അനൈക്യമുണ്ടെന്ന് അങ്ങ് പറയുമ്പോൾ അതിനർത്ഥം ചിലരെങ്കിലും വിട്ടുവീഴ്ച നടത്തേണ്ടതുണ്ടെന്നാണല്ലോ. അവർ ഇതെങ്ങനെ മനസ്സിലാക്കും? ജ്ഞാനം ലഭിക്കുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിക്കണം. അവർ എന്റെ പക്കൽ വന്ന് എന്റെ ഹൃദയത്തിൽ നിന്ന് കൃപ സ്വീകരിക്കണം. യേശുവെ, ആരെ ഉദ്ദേശിച്ചാണ് അങ്ങ് അവർ എന്ന് പറയുന്നത്? എന്റെ സഭ മുഴുവനെയുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ ഐക്യപ്പെട്ടൊന്നാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഭിന്നത നിമിത്തം എന്റെ സഭ
വളരെ ദുർബലമായി തീർന്നിരിക്കുന്നു. സഭ വളരെയധികം ദുർബലമായി കഴിഞ്ഞിരിക്കുന്നു. എന്റെ കർത്താവെ, എന്നെ സംബന്ധിച്ച് ഇതൊരു പുതിയ അറിവാണ്. വസൂല, ഞാൻ പ്രവർത്തിക്കുന്ന വിധം ഘട്ടം ഘട്ടമായി നിന്നെ കാണിച്ചുകൊണ്ട് ഞാൻ നിനക്ക് ജ്ഞാനം തരും. ആദ്യം എനിക്കുള്ള പ്രബോധനങ്ങൾ, അതെ, പിന്നീട് പരിശീലനം, അനന്തരം സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടി സഭയ്ക്കുള്ള ആഹ്വാനം, തുടർന്ന് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾ. അതേ വസുല, അതാണ് എന്റെ സഭയെ ഐക്യപ്പെടുത്തുവാനുള്ള എന്റെ ആഗ്രഹങ്ങൾ. ശരീരത്തിലെ ഒന്നോ രണ്ടോ അവയവങ്ങൾക്ക് പരിക്ക് പറ്റുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ മുറിവേൽക്കുകയോ ചെയ്താൽ ആ ശരീരത്തിന് എങ്ങനെ പ്രവർത്തിക്കുവാൻ സാധിക്കും? പൂർണ്ണമായ ഒരു ശരീരത്തിന്റെ കഴിവോ ശക്തിയോ അതിനുണ്ടാകുമോ? എന്റെ സഭ എന്റെ ശരീരമാണ്. അവർ എന്റെ സഭയെ ദുർബലമാക്കിയാൽ അതിനെങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയും? മകളെ, എന്റെ അടയാളം വരയ്ക്കുക. ഇതായിരുന്നു ആദിമ ക്രിസ്ത്യാനികളുടെ അടയാളം. സ്നേഹം ഏകമായിരുന്നു. സ്നേഹം ഐക്യത്തിലുള്ളതായിരുന്നു. യേശുവെ, ഈസ്റ്റർ വ്യത്യസ്ത തീയതികളിലാണല്ലോ ആചരിക്കപ്പെടുന്നത്. ഏതാണ് ശരിയെന്ന് പറഞ്ഞു തരാമോ? ഞങ്ങളുടേതാണോ അവരുടേതാണോ ശരിയായിട്ടുള്ളത് എന്നത് മറ്റൊരു കടലാസിൽ എഴുതി തരാമോ? വസൂര, ഒരു കടലാസ് എടുക്കുക. യേശുവെ, നന്ദി. യേശു ഈസ്റ്ററിന്റെ ശരിയായ തീയതി എനിക്ക് നൽകി. വരൂ, ഇപ്പോൾ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഐക്യത്തിനു വേണ്ടി പിതാവിനോടുള്ള പ്രാർത്ഥന. പിതാവേ, അങ്ങയുടെ ആടുകൾക്ക് ജ്ഞാനം നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഐക്യത്തിലൂടെ സമാധാനവും സ്നേഹവും കണ്ടെത്തുവാൻ അവർക്ക് ജ്ഞാനം നൽകണമേ. ആമേൻ. വസൂല, എന്റെ ആടുകളെ ഐക്യപ്പെടുത്തുക. യേശുവെ, സഭയെ ഐക്യപ്പെടുത്തുവാൻ ഞാൻ പുരോഹിതരെക്കുറിച്ചോ അവരുടെ ചർച്ചകളെക്കുറിച്ചോ അവരുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ അറിവില്ലാത്തവളായ ഞാൻ ആരാണ്? അങ്ങ് എഴുതി നൽകിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സന്ദേശങ്ങൾ ഒരു കടലാസിൽ എഴുതി അവർക്ക് നൽകാൻ ഞാൻ ആരാണ്? യേശുവെ, അങ്ങ് എനിക്ക് സന്ദേശങ്ങൾ നൽകുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ അങ്ങ് എന്നോട് പറയുന്നു. ഈ സന്ദേശങ്ങളെല്ലാം തന്നെ സഭയിലെ ഉന്നത സ്ഥാനീയരുമായി അടുപ്പമുള്ള വിശ്വസ്തനും വിശുദ്ധനുമായി അറിയപ്പെടുന്ന ഒരാൾക്ക് നൽകുകയായിരുന്നില്ലേ കുറെ കൂടെ എളുപ്പമായിരുന്നത്? എന്നാൽ കർത്താവെ, അങ്ങ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ബലഹീനയും ഈ സന്ദേശങ്ങളെക്കുറിച്ച് ഇതിനോടകം അറിഞ്ഞിട്ടുള്ള പുരോഹിതരിൽ പകുതിയോളം പേരാൽ നിരുത്സാഹപ്പെടുത്തുന്നോളുമായ ഒരുവളെയാണല്ലോ. ഈ സന്ദേശം അറിഞ്ഞവരിൽ പകുതിയോളം പേർക്ക് ഇക്കാര്യത്തിൽ താല്പര്യം പോലുമില്ല. അവർക്ക് ഈ സന്ദേശങ്ങൾ അരോചകമായിരിക്കുന്നതിനാലും അവരെ ഇവ ശല്യപ്പെടുത്തുന്നതിനാലും അവരെ ഈ സന്ദേശങ്ങൾ കാണിക്കുന്നതിൽ എനിക്ക് മടുപ്പ് തോന്നുകയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വസൂല, ഇതാണ് നീ എനിക്ക് വേണ്ടി വഹിക്കുന്ന നിന്റെ തോളിലുള്ള എന്റെ കുരിശ്. ഈ കുരിശ് വഹിക്കുന്ന ദൗത്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. ഒരിക്കലും മടുത്തു പോകരുത്. കർത്താവെ, ഈ സന്ദേശം എത്തേണ്ടിടത്ത് എങ്ങനെ എത്തും? ഞാൻ പുറത്തുള്ള ഒരാളല്ലേ. ഈ സന്ദേശങ്ങൾ എത്തേണ്ടിടത്തെത്തും. ഒരു ചെറിയ അരുവി ഒഴുകി ക്രമേണ വലുതായി തീരുന്നത് പോലെ തന്നെ. അതൊഴുകി പിന്നീട് കുതിച്ചൊഴുകി അവസാനം ഇരച്ചൊഴുകിപ്പാഞ്ഞ് ഒരു വലിയ സമുദ്രമായി തീരുന്നത് പോലെ തന്നെ. വസൂല, നീ ക്ഷീണിക്കുമ്പോൾ എന്നെ ആശ്രയിക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നോടൊപ്പം എന്റെ കുരിശു വഹിക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവളെ, നീ ഉപേക്ഷിക്കപ്പെട്ടവളാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ വീഴുവാൻ തുടങ്ങുമ്പോൾ യേശു എന്നെ താങ്ങുമെന്ന് എനിക്ക് ബോധ്യമായി. എന്റെ ശക്തി വീണ്ടെടുക്കുവാൻ എനിക്ക് യേശുവിൽ എപ്പോഴും ആശ്രയിക്കാമെന്നും അവിടെ തന്നെ ബോധ്യപ്പെടുത്തി. വസൂല, ഞാൻ നിന്നെ നയിക്കും. 23/5/1987. ഇന്നലെ സന്ദേശം എഴുതുവാനായി ഞാൻ യേശുവിനെ സമീപിച്ചില്ല. എന്നാൽ അവിടുത്തെ തിരുസാന്നിധ്യം യേശു എനിക്ക് അനുഭവമാക്കി തന്നു. എന്റെ ഭർത്താവോ അല്ലെങ്കിൽ സ്നേഹിതരോ എന്നോട് സംസാരിക്കുന്നത് പോലെ യേശു എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്റെ ഒരു കരം യേശു പിടിച്ചു വലിക്കുന്നത് പോലെയും മറ്റേ കരം ലോകം പിടിച്ചു വലിക്കുന്നത് പോലെയും എനിക്ക് അനുഭവപ്പെട്ടു. യേശുവേ, ഞാനാണ്. പ്രിയപ്പെട്ടവളെ, വിശ്വസിക്കുക എന്നതും ഒരു കൃപാവരമാണ്. എന്നോട് സംസാരിക്കുക. ഞാൻ നിന്റെ മണവാളനാണ്. ഞാൻ യേശുവിനോട് ഒരു കാര്യം പറഞ്ഞു. അവിടുന്ന് എനിക്ക് ഉത്തരം നൽകുകയും ചെയ്തു. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നിന്നോട് പ്രവർത്തിക്കുവാൻ എന്നെ അനുവദിക്കുക.
വസൂല, ഞാൻ ദൈവമാണെന്നുള്ളത് നീ ഇതിനോടകം മനസ്സിലാക്കി കാണും. നിന്നെ എന്നിലേക്ക് ഉയർത്തുകയും എന്നെ സ്നേഹിക്കുവാൻ നിന്നെ പഠിപ്പിക്കുകയും ഇപ്രകാരം എന്നെ സമീപിക്കുവാൻ നിന്നെ അനുവദിക്കുകയും ചെയ്തിരിക്കുന്നതിലൂടെ എനിക്ക് നിന്നിൽ നിന്ന് ചിലത് ആവശ്യമായിരിക്കുന്നു. ഞാൻ നൽകിയ കൃപയാലാണ് എന്റെ സന്ദേശങ്ങൾ എഴുതിയെടുക്കുവാൻ നിന്നെ പഠിപ്പിച്ചത്. എനിക്ക് നിന്നെ ഉപയോഗിക്കുവാനാണ് ഈ കൃപാവരം നിനക്ക് നൽകിയിരിക്കുന്നത്. നീ എന്നെ മഹത്വപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് നിന്റെ മേൽ അനേകം കൃപാവരങ്ങൾ വർഷിക്കപ്പെട്ടത്. ഞാൻ നിന്നെ എന്നോട് ഐക്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ നിന്നെ എന്റെ മണവാട്ടിയായി സ്വീകരിച്ചിരിക്കുന്നു. ഞാനും നീയും ഇപ്പോൾ ഒന്നാണ്. മകളെ, നിനക്കിപ്പോൾ കൂടുതൽ വ്യക്തമായില്ലേ? ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ സമീപിച്ചിരിക്കുന്നത്. എന്റെ ദൈവമേ, ഞാനാണ്. ഞാൻ ഒരു കാര്യം ദൈവത്തെ ഓർമ്മിപ്പിച്ചു. വസൂല, ഞാൻ എന്റെ ലക്ഷ്യങ്ങൾ എപ്പോഴും നിറവേറ്റുന്നതാണ്. എനിക്കറിയാം. അങ്ങ് എന്നോട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മകളെ, നിനക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിലധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വിവരിക്കുവാനാവാത്ത വിധത്തിൽ നീ ബലഹീനയാണെന്ന് എനിക്കറിയാം. എന്നെ കൂടാതെ നീ അനങ്ങുവാൻ കഴിയാത്ത വിധം സമ്പൂർണമായി അപര്യാപ്തയാണെന്ന് എനിക്കറിയാം. അംഗവൈകല്യമുള്ള ഒരു കുട്ടിയെ തന്റെ പിതാവ് ഉയർത്തുന്നത് പോലെ ഞാൻ നിന്നെ എടുക്കും. ഞാൻ നിന്നെ പരിപാലിക്കും. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ പ്രദാനം ചെയ്യും. എന്റെ എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിക്കപ്പെടും. എന്റെ സന്ദേശവാഹകയായി ഞാൻ നിന്നെ പരിശീലിപ്പിച്ചിരിക്കുന്നുവെന്ന് നീ ഓർക്കണം. നിന്റെ ദൗത്യം പൂർത്തീകരിക്കാതെ എന്നെ വിട്ടുപിരിയുവാൻ നിന്നെ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുക. എന്നെ മാത്രം സ്നേഹിക്കുക. എനിക്ക് പ്രതിയോഗികളെ ഇഷ്ടമല്ല. ഞാൻ നിന്റെ ദൈവമാകിയാൽ എന്നെ ആരാധിക്കുക. വസൂല, ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുന്നത് അവിടുത്തെ ശുശ്രൂഷിക്കലാണ്. എന്നെ ശുശ്രൂഷിക്കുക. വരൂ, എന്നോട് ഒന്നായിത്തീരുക. മകളെ, നിന്റെ അജ്ഞതയിൽ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. നിശ്ചയമായും എനിക്ക് ചുറ്റും വിശ്വസ്തരായ ശുശ്രൂഷകരുണ്ട്. അവർ എന്റെ വാത്സല്യഭാജനങ്ങളാണ്. അവർ എന്റെ ദൃഷ്ടിയിൽ വളരെ വിലപ്പെട്ടവരാണ്. അവരെ എന്റെ പ്രവൃത്തികൾ ഞാൻ ഫലമേൽപ്പിക്കുന്നു. എന്നെ തീക്ഷ്ണതയോടെ ശുശ്രൂഷിച്ചുകൊണ്ട് അവർ എന്റെ നാമത്തെ ആദരിക്കുന്നു. എന്നെ ആരാധിച്ചുകൊണ്ട് തങ്ങളെ തന്നെ എനിക്കായി സമർപ്പിച്ചുകൊണ്ട് കൃപാപൂർവം എന്റെ വചനത്തെ അവർ സ്തുതിക്കുന്നു. ഞാൻ അവരെ സ്നേഹിക്കുകയും വാത്സല്യത്തോടെ അവരെ വീക്ഷിക്കുകയും ചെയ്യുന്നു. നിനക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുക. ഞാൻ ഒന്നിനും കൊള്ളാത്തതാണെങ്കിൽ അങ്ങ് എന്തിനാണ് എന്നെ തെരഞ്ഞെടുത്തത്? നികൃഷ്ടത എന്നെ ആകർഷിക്കുന്നു. ആകെക്കൂടെ നീ ഒന്നുമില്ലായ്മയാണ്. വെറും ഒന്നുമില്ലായ്മ തന്നെ. എന്നാൽ നീ ഒന്നുമില്ലായ്മയായിരിക്കുമ്പോൾ നിന്റെ ഒന്നുമില്ലായ്മയുടെ സ്ഥാനത്ത് ഞാൻ എല്ലാമാണ്. കാരണം അപ്പോൾ എനിക്ക് എതിരാളികളില്ലല്ലോ. നീ ഒന്നുമില്ലായ്മയായതിനാൽ നിന്റെ ഉള്ളിൽ എതിരാളികളെ ഒന്നും എനിക്ക് കാണുവാൻ സാധിക്കുകയില്ല. മകളെ, ഇതാണ് എനിക്ക് നിന്നിലുള്ള സന്തോഷം. എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഇല്ല, നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അത് കാര്യമാക്കേണ്ടതില്ല. ഞാൻ സകല സൃഷ്ടികളുടെയും ഉടയവനാണ്. നിങ്ങളെല്ലാവരും എന്റേതാണ്. ചെറിയ കുഞ്ഞെ, യാതൊരു താല്പര്യവുമില്ലാത്ത നീ എന്നെ ആകർഷിക്കുന്നു. നിസ്സാരത എന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ഒന്നുമില്ലായ്മ എന്നെ അത്യധികമായി ആകർഷിക്കുന്നു. ഒരു ദിവസം നീ എന്റെ വാക്കുകളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതാണ്. നീ എന്നെ ശുശ്രൂഷിക്കുകയാണെങ്കിൽ ഉത്കടമായ തീക്ഷ്ണത ഞാൻ നിന്നിൽ നിറയ്ക്കും. ഉത്കടമായ തീക്ഷ്ണത? അതെ, ഉത്കടമായ തീക്ഷ്ണത. ഞാൻ എന്റെ ബലഹീനതയാൽ യേശുവിനെ എഴുതുന്നതിൽ നിന്നും തടഞ്ഞു. എന്നിരുന്നാലും യേശു പറഞ്ഞത് ഞാൻ കേട്ടു. അവിടുന്ന് പറയുന്നത് കേൾക്കുന്നത് തടയുവാൻ യാതൊന്നിനും സാധിക്കുകയില്ല. നിന്റെ ഭയാനകമായ ബലഹീനതയിൽ പോലും എനിക്ക് നിന്നിൽ വസിക്കുവാൻ കഴിയും. വസൂല, എന്നെ സ്നേഹിക്കുക. എന്നെ ഭയപ്പെടാതിരിക്കുക. ഞാൻ സ്നേഹമാണ്. എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. നിനക്കുപദ്രവം വരുത്തുന്ന യാതൊന്നും ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുകയില്ല. ഞാൻ സ്നേഹമാണ്. ഞാൻ സ്നേഹഗുരുവാണ്. കുഞ്ഞെ, നിന്റെ നിരന്തരമായ സംശയങ്ങളുടെയും വീഴ്ചകളുടെയും മധ്യത്തിലും എന്റെ ബലിപീഠമായി തീരുന്നതിനു വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ ജ്വാലയിൽ നിന്ന് ഉൾക്കൊള്ളുവാനുള്ള നിന്റെ കഴിവില്ലായ്മ ഞാൻ അറിയുന്നതുകൊണ്ട് എന്റെ ജ്വലിക്കുന്ന ആഗ്രഹങ്ങളെ നിന്നിലേക്ക് ഞാൻ തന്നെ പകർന്നുകൊണ്ട് എന്റെ ജ്വാലയെ നിന്നിൽ ഞാൻ ജ്വലിപ്പിച്ചു നിർത്തും. പ്രിയപ്പെട്ടവളെ, വരൂ. എന്റെ പ്രകാശം ആവശ്യമുള്ള ഒരു പുഷ്പമാണ് നീ. എന്റെ പ്രകാശത്തിൽ വസിക്കുക. നീ നശിച്ചു പോകുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, അങ്ങ് എന്നെ ആകർഷിക്കുന്നു. അങ്ങേക്കറിയാമല്ലോ. ഇത് നിന്നെ ആശ്ചര്യപ്പെടുത്തുന്നുവോ? നിന്റെ നികൃഷ്ടത എന്റെ കാരുണ്യത്താൽ ആകർഷിക്കപ്പെടുന്നു. നിന്റെ അവർണ്ണനീയമായ ബലഹീനത എന്റെ ശക്തിയാൽ ആകർഷിക്കപ്പെടുന്നു.
നിന്റെ ഒന്നുമില്ലായ്മ എല്ലാമായിരിക്കുന്ന ഞാൻ മൂലം ആകർഷിക്കപ്പെടുന്നു. ഞാൻ എന്റെ ആഗ്രഹം അവിടുത്തോട് പറഞ്ഞു. വസൂല, നിന്റെ ആഗ്രഹം നേടിയെടുക്കുക. യേശു അവിടുത്തെ ആഗ്രഹം എന്നെ കാണിക്കുവാൻ ശ്രമിക്കുന്നതായി തോന്നി. വസൂല, വരൂ, എന്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു വരിക. ഞാൻ പിന്മാറുവാൻ ശ്രമിക്കുകയായിരുന്നു. വീണ്ടും ഞാൻ നിന്നോട് പറയുന്നു, എന്നെ മാത്രം ആഗ്രഹിക്കുക. വസൂല, എന്റെ ഹൃദയസ്പന്ദനങ്ങളെ ശ്രവിക്കുക. എന്നെ നിഷേധിക്കുവാൻ നിനക്ക് കഴിയുമോ? എന്റെ ദൈവത്തെ എനിക്ക് എങ്ങനെ തടയുവാൻ കഴിയും? എന്നാൽ യഥാർത്ഥത്തിൽ എന്റെ ദൈവത്തെ തടയുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവസാനം എനിക്കറിയില്ല. എന്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എങ്കിൽ എന്റെ അടുത്തേക്ക് വരൂ. നിനക്ക് വേണ്ടി യാതൊരു ആഗ്രഹവും നിനക്കുണ്ടാകാതിരിക്കട്ടെ. നിനക്ക് ആ സ്ഥലത്ത് വെച്ച് എന്നെ കാണണമോ? പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് ഞാൻ കണ്ട യേശുവിന്റെ ചിത്രം എന്റെ മനസ്സിലൂടെ കടന്നുപോയി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കർത്താവെ, അങ്ങയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെയാകട്ടെ. എനിക്ക് മറുപടി നൽകണ്ട. എന്നാൽ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ചെയ്താലും. മകളെ, നിന്റെ എല്ലാ പ്രവൃത്തികളും എന്റെ മഹത്വത്തിനായിരിക്കട്ടെ. എന്റെ ആഗ്രഹങ്ങൾ തന്നെ ആയിരിക്കട്ടെ നിന്റെ ആഗ്രഹങ്ങളും. എന്റെ ആഗ്രഹങ്ങൾ ഞാൻ എഴുതുകയും നിന്നെ ഞാൻ നയിക്കുകയും ചെയ്യാം. അത് ഐക്യത്തെക്കുറിച്ചാണോ? അതെ, എന്റെ സഭയുടെ ഐക്യത്തെക്കുറിച്ചാണ്. എന്റെ ശരീരമാകുന്ന സഭ ശക്തിപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐക്യം എന്റെ സഭയെ ശക്തിപ്പെടുത്തും. എന്റെ സാന്നിധ്യം നീ ഓർക്കുമോ? വരൂ, നമുക്ക് പോകാം. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.